ഇനി നമ്മുടെ സംശയ നിവാരണത്തിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ വിഷയാവതരണം ഇവിടെ കഴിഞ്ഞു. ഇനി സംശയം ചോദിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മറുഭാഗത്തുള്ള മുജാഹിദിന്റെ കാര്യമായ ആളുകൾ തന്നെ എത്തിയിട്ടുണ്ട്. സന്തോഷമുണ്ട്. ചോദ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒട്ടനവധി മുഖാമുഖങ്ങളുടെ സീഡികളൊക്കെ കണ്ട നമുക്ക് പല മുഖാമുഖങ്ങളിലും പേരോട് ഉസ്താദിനോടും കൊളത്തൂരിനോടൊക്കെ ചോദിച്ച് പരിചയമുള്ള ആളുകളാണ് എന്നാണ് മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീതനായ ഞാൻ സംബന്ധിച്ചോന്നരുടെ പരിപാടികളിലൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. സാധാരണഗതിയിൽ ഇറങ്ങുന്ന മുഖാമുഖങ്ങളുടെ സീഡികളൊക്കെ കാണുന്ന ആളുകൾക്ക് സ്റ്റേജിലിരിക്കുന്ന ആളുകളെ പരിചയമുള്ളതിനേക്കാൾ ഒരുപക്ഷെ ചോദ്യകർത്താക്കളെ പരിചയമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അധ്വാനം അൽഹംദുലില്ലാഹ് വെറുതെ ആയിട്ടില്ല. അപ്പോ എന്തെങ്കിലും ചോദിക്കുന്നതിന് പകരം കാര്യമായി പരിശീലനം സിദ്ധിച്ച ചോദ്യങ്ങൾ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. സംശയ നിവാരണമാണ് നമ്മുടെ ലക്ഷ്യം. വികാര പ്രകടനം, ശക്തി തെളിയിക്കൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശങ്ങൾ അല്ല. പൊതുവെ ജനങ്ങൾക്കുള്ള സംശയം തീർക്കൽ. അത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം, മുഖാമുഖം എന്ന പേരിൽ പലരും പരിപാടികൾ നടത്താറുണ്ട്. മുജാഹിദ് തന്നെ മുഖാമുഖം നടത്തുമ്പോൾ പലപ്പോഴും അത് ഇംഗ്ലീഷ് ഗുളിക കുടിക്കുന്നത് പോലെ ദിവസം 3 നേരം 1/2 ടീസ്പൂൺ വീതം, അത് കൂടിയാൽ പിന്നെ റിയാക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ ഒരു ചോദ്യം ഒരു ഉപചോദ്യം, ഇങ്ങനൊരു ഡിമാൻഡാണ് സാധാരണ മുഖാമുഖമെന്ന പേരിൽ മുജാഹിദും മറ്റും നടത്തുന്ന മാമ്പാങ്കത്തിലൊക്കെ ഡിമാൻഡുകളായി കാണാറുള്ളത്. അതൊന്നും തന്നെ ഓപ്പൺ വേദിയല്ല, ഇൻഡോർ പരിപാടികളാണ് മിക്കവാറും ഉണ്ടാകാറുള്ളത്. ഇവിടെ ഇൻഷാ അല്ലാഹ് ഹക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടും സംശയ നിവാരണം പരിപാടിയുടെ മുഖ്യ അജണ്ട ആയതുകൊണ്ടും ഒരു ചോദ്യം ഒരു ഉപചോദ്യം അങ്ങനെ ഒരു ഡിമാൻഡില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എത്രയും ചോദിക്കാം, സംശയം തീർന്നത് വരെ ചോദിക്കാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, സംശയം തീർന്നാലും തീരാത്ത ചില ആളുകൾ ഉണ്ടാവും. പഠിക്കണം, മനസ്സിലാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ആകുമ്പോഴേ സംശയം തീരും. ഉറങ്ങുന്ന ആളുകളെ നമുക്ക് വിളിച്ചുണർത്തിയാൽ ഏത് ഉറക്കം വെച്ചവരാണെങ്കിലും പെട്ടെന്ന് ഒന്ന് എഴുന്നേൽക്കും. പിന്നെ ചിലപ്പോൾ ആളെ മനസ്സിലാക്കി കടമാറും. ഉറക്കം നടിക്കുന്ന ആളുകളെ നാം ഒന്നായി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി ചെറിഞ്ഞാലും അയാൾ സുഖമായി കൂർക്കം വലിച്ചുറങ്ങും. ഈ സ്വഭാവം തൽക്കാലം മാറ്റിവെച്ച് ഒരു വിഷയം ചോദിച്ച് അതിന്റെ ചർച്ച നടന്ന് ഏകദേശ രൂപത്തിലെത്തിയാൽ ആ വിഷയത്തിൽ സംശയം തീർന്നു, അല്ലെങ്കിൽ അതിൽ എന്റെ നിലപാട് ഇന്നതാണ് എന്ന് ചോദ്യകർത്താവ് വ്യക്തമാക്കിയ ശേഷം മാത്രമേ അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇടയിൽ വഴുതി മറ്റൊരു വിഷയത്തിലേക്ക് എത്തരുത് എന്ന് ചോദ്യകർത്താക്കളോട് മൊത്തത്തിൽ ഉണർത്തും. പിന്നെ നമ്മളൊക്കെ മുഖാമുഖം നടത്തുമ്പോൾ ഔദ്യോഗികമായി തന്നെ അവരുടെ പള്ളിയിലെ ഇമാമിനെയൊക്കെ നമ്മൾ ക്ഷണിക്കാറ്, അതുപോലെ പലരെയും നമ്മൾ വിളിക്കാറ്. ആ ക്ഷണം സ്വീകരിച്ച് പലരും വരാറുണ്ട്. വന്ന ചിലരൊക്കെ വന്നതിനേക്കാൾ സ്പീഡിൽ പോകാറുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു പദ്ധതി മുജാഹിദും കൂടെ സ്വീകരിച്ചാൽ, അഥവാ നമ്മുടെ ഉസ്താദുമാർക്കും ഇമാമിങ്ങൾക്കും ഒക്കെ ഒരു എഴുത്ത് കൊടുത്ത് ഞങ്ങൾ പരസ്യമായിട്ട് മുഖാമുഖം വെക്കുന്നുണ്ട്, നിങ്ങൾ വരണം, വിജയിപ്പിച്ചു തരണം, അഥവാ കേട്ടാ പോരെ ചോദിക്കണം, ഒരു ചോദ്യം ഒരു ഉപചോദ്യം ചോദിച്ചാൽ പോരാ, തീരുന്നവരെ ചോദിക്കണം എന്ന ഒരു പദ്ധതി
മറുഭാഗവും കൂടെ അതിന് സന്നദ്ധത അല്ല വിശാല മനസ്കത കാണിച്ചാൽ കേരളത്തിലെ ആശയ വൈകല്യങ്ങളിലൂടെ കറങ്ങുന്ന ആളുകൾക്ക് അത് വലിയ ഫലപ്രദമാകും. അത് അവരുടെ ചിന്തയിൽ ഉണ്ടാകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് പിന്നെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദർശപരമായി പ്രശ്നമുള്ള ചോദ്യങ്ങൾ, സുന്നിയും മുജാഹിദും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ചോദ്യം, സുന്നിയും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ചോദ്യം, സുന്നിയും തബ്ലീഗും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ചോദ്യം, അങ്ങനെയുള്ള തർക്കത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫഅല ഫഅല എന്ന് പറഞ്ഞാൽ അതിന്റെ സിഗ എന്ത്, ലഫ്ള് എന്ത് എന്ന ചോദ്യം അല്ല. SSFന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ്, SKSSFന്റെ ട്രഷറർ അടുത്ത് കാശുണ്ടോ, ആ ചോദ്യം അല്ല. അതേസമയത്ത് ആശയപരമായി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സുന്നി നോൺ സുന്നി ഇവർ തമ്മിലുള്ള തർക്ക വിഷയങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ മാന്യത പുലർത്തി സംശയം തീരുന്നതുവരെ ചോദിക്കുക. അത് ചോദിച്ച ഒരു വിഷയം തീരുമ്പോൾ ഞങ്ങൾക്ക് ആ സംശയം തീർന്നു, അടുത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുക. ഇനി പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത് മാതൃകയാക്കി ഒരു ചോദ്യം ഒരു ഉപചോദ്യം എന്ന പദ്ധതി മാറ്റിവെക്കുക, ഔദ്യോഗികമായി നമ്മളെയൊക്കെ ഒന്ന് ക്ഷണിക്കുക. അങ്ങനെ സംശയം തീർക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇനി പ്രത്യേകം ചോദ്യകർത്താക്കൾക്ക് വേണ്ടി സ്ഥലം തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് ഇരിക്കാം. ഒരു ഭാഗം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുകൾക്ക് വന്ന് ചോദിക്കാം. പക്ഷേ ഒരാൾ ചോദ്യം ചോദിക്കുമ്പം ആദ്യമേ തന്നെ എൻ്റെ പേര്, എൻ്റെ നാട് ഇതൊന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോ പലയിടത്തും പലരും പറയുന്ന ഒരു ആരോപണം, അത് നിങ്ങൾ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിരുത്തും. ഞാൻ നേരത്തെ ഇവര് പല മുഖാമുഖത്തും ചോദിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതേസമയത്ത് നമ്മളുടെ തടി സലാമത്താക്കാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കുറച്ച് വിഷയം അവതരിപ്പിക്കും, നിങ്ങൾ തന്നെ റെഡിമെയ്ഡ് ചോദ്യവുമായിട്ട് കുറച്ച് ആൾക്കാർ ഇരുത്തും. അങ്ങനെ നിങ്ങൾ നാടകം കളിച്ചു പോകാറാണ് പതിവ് എന്ന് എനിക്ക് മറുപടി പറയുമ്പോൾ തന്നെ പല മൗലവിമാരും പലയിടത്തും പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ ആള് മുജാഹിദാണ് എന്നും അതേപോലെ തന്നെ ഇന്ന ആളാണ് എന്നും ഇന്ന സ്ഥലത്താണെന്നും പറഞ്ഞാൽ ജനങ്ങൾക്കത് ഉപകരിക്കും. സത്യത്തിൽ ആരോപണത്തിന് കഴമ്പില്ല. കാരണം ചോദിക്കാൻ ചാൻസ് കൊടുക്കാതിരിക്കുമ്പോഴേ അങ്ങനെ പറയേണ്ടതുള്ളൂ. അതേസമയത്ത് ഒറിജിനൽ ആളുകൾ ചോദിക്കാൻ വരുന്നില്ല എങ്കിൽ പിന്നെ ആർക്കും ചോദിക്കാം. ആ ചോദ്യത്തിൽ മുസ്ലിയാരുണ്ടാവും, തങ്ങളുണ്ടാവും, മുത്താലിം ഉണ്ടാവും, മുദരിസ് ഉണ്ടാവും. അതുകൊണ്ട് ആ ചോദ്യം തന്നെ ഫൗളാ. എന്നാലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ആ ചോദ്യത്തിന്റെ ഗ്യാപ്പ് തന്നെ അടക്കാൻ, അങ്ങനെ സംശയം വരാതിരിക്കാൻ ചോദ്യം ചോദിക്കുന്ന ആൾ എന്റെ പേര് ഇന്നത്, എന്റെ നാട് ഇന്നടത്ത് എന്ന് തീർത്ത് തന്നെ പറയണം. അത് പറഞ്ഞുകൊണ്ടായിരിക്കണം ചോദ്യം എന്നുകൂടെ ഇതിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ഉണർത്തി ഇനി ചോദ്യകർത്താക്കളെ ചോദ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ ചോദ്യം ചോദിച്ച ശേഷം ഒരു സംവാദമല്ലത്, മുഖാമുഖൽ സംശയ നിവാരണം. അപ്പൊ ചോദിച്ച ചോദ്യത്തിനായിരിക്കും മറുപടി പറയും. അപ്പൊ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ മൈക്ക് തൽക്കാലം അവിടെ വെക്കുക, അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് അത് വാങ്ങുക. ശേഷം ചോദ്യം ചോദിച്ചാൽ മറുപടി ശ്രദ്ധിക്കുക. എന്നിട്ടായിരിക്കണം അടുത്ത ചോദ്യം. അല്ലെങ്കിൽ അരി അത്ര പാറഞ്ഞാഴി ഇങ്ങനെയായി പോകും ചോദ്യവും മറുപടി. അപ്പൊ അതോട് കള്ളു കുടിച്ചവൻ കൈമുട്ടിയതുപോലെ ചോദ്യവും മറുപടിയും രണ്ടു വശത്തിലൂടെ പോകാതിരിക്കാൻ ചോദിക്കുന്ന ആളുകൾ ചോദ്യം കഴിഞ്ഞ ശേഷം മൈക്ക് താഴെ വെച്ച് മറുപടി വളരെ ശ്രദ്ധിച്ച ശേഷമായിരിക്കണം അടുത്ത പോയിന്റ് ചോദിക്കേണ്ടത് എന്ന് കൂടെ ഉണർത്തും.